ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഓട്ടം ലുക്കാണ്, ലൈക്ക് എ ബ്രൗൺ കൈൻഡ് ഓഫ് ലുക്ക്. സോ ലെറ്റ്സ് ബിഗിൻ. ആൻഡ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടിറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, മേക്കപ്പ് എസെൻഷ്യൽസ്. സോ നമുക്ക് ഇപ്പം കാണിക്കത്തില്ല ഞാൻ, പക്ഷേ ഈ പ്രോഡക്റ്റ്സ് നിങ്ങൾ എന്തായാലും കാണുമല്ലോ ഇല്ലേ. എന്നാലും കാണിക്കാം. ഞാൻ അടുത്ത വീഡിയോയിലും വേറൊരു വീഡിയോ ഇട്ടിടാമെന്ന് വിചാരിച്ചതാണ്. ഞാൻ പുതിയതായിട്ട് വാങ്ങിയ ഇൻസൈറ്റിൻ്റെ പ്രൈമറാണിത്. സോ എനിക്ക് റീസെൻ്റ്ലി കുറേ പിമ്പിൾസും ബിക്കോസ് ഓഫ് ട്രാവലിംഗ് ആയിരിക്കും, എനിക്കറിയത്തില്ല. സോ നമ്മൾ പ്രൈമർ ഇട്ട് കഴിഞ്ഞു. സോ നമുക്ക് ഇനി ഞാൻ എന്തിനാ കുറേ സോ പറയുന്നേ, നമുക്കിനി കളർ കറക്റ്റിലോട്ട് പോവാം. കേൾക്കുന്നുണ്ടോ? ഷുഗറിനെയാണ് ഗൈസ്. ഫൗണ്ടേഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ദിസ് മൈ ഫേവറേറ്റ് ഫൗണ്ടേഷൻ. വി നീഡ് എ ലൈറ്റ് എമൗണ്ട് ഓഫ് ദാറ്റ്. ഒരുപാടൊന്നും വേണ്ട, ലൈറ്റായിട്ട് മതി. ഈ ലുക്ക് ഞാൻ നല്ല ഇൻട്രസ്റ്റിംഗ് കൊണ്ടാണ് വിചാരിച്ചു, അതിനോട്ട് നമ്മളും കൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. വ്ളോഗൊക്കെ ഇട്ടിട്ട് കുറച്ച് നാളായി. ഇപ്പം നമ്മുടെ ഫൗണ്ടേഷനൊക്കെ കറക്റ്റായിട്ട് ബ്ലെൻഡ് ആകാൻ നോക്കണം. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് കൺസീലിംഗ്. ഒരു ലൈറ്റ് ഷെയ്ഡ് എടുക്കുക, പിന്നെ നമ്മുടെ മാച്ചിനുള്ള ഷെയ്ഡ് എടുക്കുക. ഒരു ലൈറ്റർ ഷെയ്ഡ് എടുത്ത് നമുക്ക് കൺസീലർ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ മേക്കപ്പിൻ്റെ ഒരു പ്രൈമർ പോലെയാണ്. നമുക്ക് നമ്മുടെ ഐബ്രോസ് ബ്രഷ് ഔട്ട് ചെയ്ത് കൊടുക്കാം. കൂടുതൽ ഞാൻ വരച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഐ ഹാവ് തിക്ക് ഐബ്രോ. ഇനി കോണ്ടോറിങ് ചെയ്യാം. ഞാനിങ്ങനെയല്ല എപ്പോഴും കോണ്ടോർ ചെയ്യുന്നത്, ഡിഫറെൻറ്റ് രീതിയിലാണ്. കൈ വെച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം, ലൈക്ക് ദിസ്. കറക്റ്റായി. നമ്മുടെ മൂക്കൊക്കെ ഇങ്ങനെ വലുപ്പത്തുന്നതായി കഴിഞ്ഞാൽ വിചാരിച്ചോണം കറക്റ്റായി. ഇനി നമുക്ക് ഐ മേക്കപ്പിലോട്ട് കിടക്കാം. എന്നിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വി നീഡ് ദിസ് ഷെയ്ഡ്. ഈ ഷെയ്ഡാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഈ ഷെയ്ഡിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, എന്നാലും ഇത് ഫുള്ളും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ദിസ്. ഓക്കെ, ദെൻ ഒരു ഡാർക്കർ ഷെയ്ഡ് എടുത്ത് ഈ ഔട്ടർ കോർണേഴ്സിൽ ചെയ്യാം. ചെയ്തിരിക്കുന്ന ഈ ഒരു ഷെയ്ഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്തിട്ട് ഇവിടെയും കൂടെ ഒന്ന് രണ്ട് മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനെയാണ് അപ്പം വരുന്നത്. ഗ്ലിറ്റേഴ്സിലാണ് എന്ത് മേക്കപ്പ്. അയ്യോ, എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു കണ്ണാടി ഇല്ല. ഞാൻ ഈ കുട്ടിപ്പോയി കണ്ണാടിയാണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, എന്നെ കാണുന്നുണ്ടോ? Then we need a glitters for this. നമുക്കിനി ഡൗണിലും ചെയ്യാനുണ്ട്. സോ വെയിറ്റ് and see. ഞാൻ എടുക്കാൻ പോകുന്നത് ഈ ഒരു ഷെയ്ഡാണ്, ലൈക്ക് ബ്രൗൺ ഗ്ലിറ്റേഴ്സ് ആണ്. ഡാബ് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഡാബ്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, താഴത്തെ താഴത്തെ ഐലിഡ്സിൽ നമുക്ക് ഈ ഷെയ്ഡ് തന്നെ കൊടുക്കാം. Okay.
ഒരുപാട് വിസിബിൾ ആയിട്ട് കൊടുക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതി. സോ വിസിബിൾ അല്ല, എന്നാലും വിസിബിൾ ആണ്. ഓക്കെ, ഞാൻ എന്തൊക്കെയാ പറയുന്നേ. ഗ്ലിറ്റേഴ്സ് ഇൻ താഴത്തെ കോർണർ, ബട്ട് നോട്ട് ബ്രൗൺ ഗ്ലിറ്റർ. നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു ഗോൾഡ് കളർ, ഗോൾഡ് അല്ല വൈറ്റ് സിൽവർ, പക്ഷെ ഇത് റബ് ചെയ്യുമ്പോൾ ഒരു ഗോൾഡ് ആണ് വരുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് അധികമായിട്ട് കാണാൻ പറ്റുന്നെന്ന്, ബട്ട് മറ്റുള്ള സ്ഥലത്ത് പോയിട്ട് കാണിച്ചു തരാം. ഓട്ടം മേക്കപ്പ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് സട്ടിലായിട്ടുള്ള ഒരു മേക്കപ്പാണ്. സോ നമുക്കിങ്ങനെ ഓവറായിട്ട് എടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ബ്ലഷും കൂടെ ഇടുമ്പോഴത്തേക്ക് എല്ലാം സെറ്റാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ബ്ലഷ് വി നീഡ് ഓറഞ്ച് മിക്സ് ഷെയ്ഡ്, ബിക്കോസ് നോട്ട് ടു മച്ച് ഓറഞ്ച്, ബട്ട് ഒരു ബ്രൗൺ കളർ മിക്സ് ആയിട്ടുള്ള ഓറഞ്ച് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ ഡു ഇത് മാറിക്ക് വെച്ചേ, ഈ ബ്രൗണും ഈ ഓറഞ്ചും മിക്സ് ചെയ്യാം. നോക്കാം. സെറ്റായിട്ടുള്ളൊരു ഓറഞ്ച് ബ്രൗൺ ഷെയ്ഡാണ്. ബ്ലഷ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട ഫ്രെക്കിൾസ് ആണ്. പക്ഷേ നമുക്ക് ഫ്രെക്കിൾസ് ഇടാൻ അറിയത്തില്ല. പക്ഷെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡോട്ടൊക്കെ ഇട്ട് കൊടുക്കാം, അത്രയൊക്കെ മതി. ഫൈനലി ഞാനൊരു ബുദ്ധി കണ്ടുപിടിച്ചിരിക്കുന്നു. സെറ്റിംഗ് സ്പ്രേ എടുക്കുക, ജസ്റ്റ് ബ്രഷിൽ ഇങ്ങനെ ഡാബ് ചെയ്യുക. കാണുന്നുണ്ടോ? ഫ്രെക്കിൾസ് ആക്ച്വലി എന്ന് പറയുന്നത് ഫേസിൽ കരിമാനടിച്ചത് പോലെ ഇരിക്കും എന്നൊക്കെ പറയാം. ബട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ടു സം പീപ്പിൾ. എന്ന് വെച്ചാൽ ഫോറിൻ കൺട്രീസിലെ ആൾക്കാർക്ക്, സം പീപ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടാൻ അറിയാവുന്നവർക്ക് അത് ബ്യൂട്ടിഫുൾ ആണ് ഗൈസ്. ഫോർ മീ ഇറ്റ്സ് നോട്ട്. It's turned out pretty cool actually. So I like it so much. വീണ്ടും എടുക്കുക. നമുക്ക് ലൈനർ നല്ലപോലെ വന്നില്ലല്ലോ, നമുക്ക് ലൈനർ നല്ലപോലെ വരട്ടെ. Then you need to ഇപ്പം ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. സത്യം പറഞ്ഞാൽ നല്ലതാണ്. പക്ഷെ ഞാനൊരു കഴിവേറ് തന്നെ. സെൻസർ. Then we need a brown liner because we don't have, നമുക്ക് ഇപ്പോൾ ബ്രൗൺ ലൈനർ ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഐഷാഡോ കൊടുക്കുക, വരയ്ക്കുക അങ്ങോട്ട്. ഇല്ല, പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു ന്യൂഡ് ഷെയ്ഡാണ്, ഒരു റോസ് ന്യൂഡ് ഷെയ്ഡാണ്. അപ്പം ഇപ്പം ഇങ്ങനെ ഒരുമാതിരി വളരെ തോന്നാണ് ഇരിക്കുന്നത്. ദെൻ ദർ ഇസ് എ മാജിക്. ലിപ് ഗ്ലോസ് ഇടുക, സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് സെറ്റിംഗ് സ്പ്രേ എടുക്കാനുള്ളത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണങ്ങട്ടെ തൊടണ്ട. ഓ, നീറൊന്നും എനിക്ക് വൈറ്റ് നീറൽ. എൻ്റെ മൂത്ത കുരു ഉണ്ടായിരുന്നു, ഞാൻ പൊട്ടിച്ചായിരുന്നു. That's why. Silly girl. So guys, this is our final makeup look. എങ്ങനെയുണ്ടെന്ന് പറയുക. If you guys like it, let me know in the comment section and hit that subscribe button. Okay, അടിച്ചു പൊട്ടിക്ക്. Then what? Close up look ഈ makeup കണ്ടാലോ.